കണ്ണൂരിൽ 65-കാരിക്കെതിരെ കോൺഗ്രസിന്റെ ക്രൂരമർദ്ദനം. കെ സുധാകരന്റെ സ്വീകരണ പരിപാടിക്കിടെയാണ് സംഭവം. ആന്തൂർ വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയെയാണ് മർദ്ദിച്ചത്. കോൺഗ്രസുകാർ സ്ഥലം കയ്യേറിയതിനെക്കുറിച്ച് പരാതി പറയാൻ എത്തിയതായിരുന്നു താനെന്നും കോൺഗ്രസുകാർ മർദ്ദിച്ച് അബോധാവസ്ഥയിലാക്കിയെന്നും വലിച്ചിഴച്ചു മർദ്ദിച്ചുവെന്നും ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഞാൻ ബാക്കിയായതാണ്. ഇല്ല ഇന്നലെ സ്ത്രീയെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ ഐക്യത്തെ അറിയില്ല. ഞാൻ ഏകനായിട്ട് ഞാൻ ജീവിക്കുന്നത്. ഇവര് മുമ്പേ ചെയ്തേ മുമ്പേ ഇവിടെ തച്ചിട്ട് 5 വിരൽ കൊട്ടിട്ടാ കൊട്ടിട്ട് വന്നത്. എന്നിട്ട് എന്റെ കൈക്ക് ഈ സ്റ്റീലിന്റെ കമ്പീനെ കൊണ്ട് തച്ചിട്ട് ഇത്ര വണ്ണം വെച്ചിട്ട് വന്നിട്ട്. സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പ്രായമുള്ള ഒരു വ്യക്തിയാണ്, സ്ത്രീയാണ്. പാർട്ടിക്കാർക്കെതിരെ പരാതി പറയാൻ വന്നു എന്ന് ചൊല്ലിയായിരുന്നോ ഇത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്? ഇവർ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? ഏതെങ്കിലും നിലയ്ക്ക് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടോ വിഷയത്തിൽ? ഇന്നലെ കെ സുധാകരന്റെ ഈ സ്വീകരണ പരിപാടി നടക്കുന്ന സ്ഥലത്ത് കണ്ണൂർ തിരുവനന്തപുരത്തിനടുത്ത പെരിന്തലേരിയിലായിരുന്നു സംഭവം. അവിടെയുള്ള 65 വയസ്സുകാരിയായ ലക്ഷ്മിക്കുട്ടിയെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായി ഇപ്പോൾ അവർ രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇവരുടെ സ്ഥലം കയ്യേറിയാണ് അവിടെ കോൺഗ്രസിന്റെ ഓഫീസ് പണി കഴിപ്പിച്ചത്. ഇവർക്കിപ്പോ അവിടെ നിന്നും വലിയ രീതിയിലുള്ള അതുവഴി പോകുമ്പോഴും മറ്റും ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ കെ സുധാകരനോട് നേരിട്ട് പരാതി പറയാനാണ് അവിടെ പോയത് എന്നാണ് ഈ ലക്ഷ്മിക്കുട്ടി പറയുന്നത്. ഇവരും ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ഉള്ള ആള് തന്നെയാണ്, കോൺഗ്രസുകാരിയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ സുധാകരനോട് പരാതി, ഈ പ്രാദേശിക നേതാക്കളെ കുറിച്ച് പരാതി പറയാൻ പോയപ്പോൾ അവിടെ നിന്നും അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു അടുത്തുള്ള പറമ്പിൽ വെച്ച് മർദ്ദിക്കുകയും ഇവർ ഈ മർദ്ദനമേറ്റ് അബോധാവസ്ഥയിലാവുകയും പിന്നീട് ബോധം വന്നപ്പോഴാണ് എഴുന്നേറ്റ് പോയി അയൽവക്കക്കാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അവരുടെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഖത്ത് അടിച്ചു, അതോടൊപ്പം തന്നെ കൈക്ക് വടികൊണ്ടടിച്ചു, അടിച്ച് താഴെയിട്ടു എന്നുള്ളതെല്ലാം ഈ ലക്ഷ്മിക്കുട്ടി പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ 65 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ കോൺഗ്രസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതി അതീവ ഗൗരവമുള്ളതാണ്. തുടർ നടപടികൾ, പോലീസിൽ പരാതി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവർ പ്രതികരിക്കുന്നുണ്ടോ സന്തോഷ്? തീർച്ചയായും പോലീസിൽ പരാതി നൽകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും തന്നെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ലക്ഷ്മിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെയുള്ള ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരാണ് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം പറയുന്നത്. ഈ സ്ഥലത്ത് ഈ സ്വീകരണ പരിപാടി കഴിയുന്നത് വരെയും അടിയേറ്റ് ഒരു സ്ഥലത്ത് വീണ് കിടക്കേണ്ടി വന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ബോധം വന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്നാണ് ലക്ഷ്മിക്കുട്ടി പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ ഒരു മനസാക്ഷിയെ നോവിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം പ്രായമായ ഒരു സ്ത്രീയെ സംഘം ചേർത്ത് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ശരി സന്തോഷ്, ക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ 65 വയസ്സുള്ള വ്യക്തിക്ക്, സ്ത്രീ ആണ്, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സന്തോഷ് കണ്ണൂരിൽ നിന്നും നൽകിയത്.